ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ചെറിയൊരു കൊറോണ ഇടവേളയൊക്കെ കഴിഞ്ഞുകൊണ്ട് CHSL എന്ത് ചെയ്തിരിക്കുകയാണ്, ഇന്ന് ഓഗസ്റ്റ് 4-ാം തീയതി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് 3 ഷിഫ്റ്റുകളാണ് പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. ആ 3 ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുള്ള GK ചോദ്യങ്ങൾ പലയിടത്തു നിന്നായിട്ട് ഞാൻ കമ്പൈൽ ചെയ്ത് കളക്ട് ചെയ്തെടുത്ത് GK ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാറ്റേണിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇത്രയും കാലം ചോദിച്ചതുപോലെയൊക്കെ തന്നെയാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾ 5 മുതൽ 6 ചോദ്യങ്ങൾ വരെ ഓരോ ഷിഫ്റ്റിലും ഉണ്ടായിട്ടുണ്ട്. ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്, സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു വലിയ മാറ്റമൊന്നും എന്തിൽ കണ്ടില്ല, ഞാൻ ചോദ്യങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ കണ്ടില്ല. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് SSC CHSL ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ, ഈവൻ CHSL യൂസ്ഫുൾ ആണ്, രണ്ടിലും സെയിം സിലബസ് തന്നെയാണ്, സെയിം കോഴ്സ് തന്നെയാണ്. CHSL ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. academies.online.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് CHSL ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ നമ്മുടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഏത് സബ്ജക്റ്റിൻ്റെയാണോ ആവശ്യമുള്ളത് ആ സബ്ജക്റ്റിന്റെ പേര് ഈ നമ്പറിലോട്ട് വാട്സപ്പിലോ ടെലിഗ്രാമിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാ സബ്ജക്റ്റിന്റെയും ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ ഡെമോ ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് കോഴ്സ് എടുക്കാതെ തന്നെ കാണാൻ കഴിയും. അതിനുശേഷം നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കോഴ്സുകൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. പലയിടത്തുനിന്നായിട്ട് ഞാൻ കമ്പൈൽ ചെയ്ത ചോദ്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ശരിയാണ്, അതായത് ഒഫീഷ്യൽ സ്റ്റാറ്റസ് ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ കമ്പൈൽ ചെയ്ത ചോദ്യങ്ങളാണ് ശരിയാണെന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് വിശ്വസിക്കാം. 2-3 സോഴ്സസിൽ നിന്ന് ഞാൻ വെരിഫൈ ചെയ്തിട്ടുണ്ട്. എന്നിരിക്കലും ഒഫീഷ്യലി നമുക്ക് ആ PDF ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 151ാമത്തെ ചോദ്യം, വിജയനഗര എംപയർ വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹര ആൻഡ് ബുക്ക, അല്ലെ, ഹുക്ക ആൻഡ് ബുക്ക എന്ന് പറയുന്ന രണ്ടുപേരാണ്. അതിൽ പ്രധാനമായും 4 ഡൈനാസ്റ്റീസ് ആണ് ഉണ്ടായിരുന്നത്. സംഗമ ഡൈനാസ്റ്റി, സാലുവ ഡൈനാസ്റ്റി, തുളുവ ഡൈനാസ്റ്റി, അരവിന്ദു ഡൈനാസ്റ്റി എന്നിങ്ങനെ 4 ഡൈനാസ്റ്റീസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ഡൈനാസ്റ്റിയാണ്, വിജയനഗര എംപയറിലെ ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് സംഗമ ഡൈനാസ്റ്റി. അത് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം ഏതാണ്, 1336 ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത 2 ആളുകളുടെ പേരും ഓർത്തിരിക്കുക, ഹരിഹര ആൻഡ് ബുക്ക അല്ലെങ്കിൽ ഹുക്ക ആൻഡ് ബുക്ക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിനു മുമ്പ് CHSL ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള 150 ചോദ്യങ്ങളുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടൺ ലിങ്ക് കൊടുക്കാം. അതിന്റെ PDF നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ എന്ത് ചെയ്തോളൂ, വാങ്ങിച്ചോളൂ. 25 രൂപയാണ് അതിന് നമ്മൾ ഇട്ടിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ വിജയനഗര എംപയർ സ്ഥാപിച്ച വർഷം എന്ന് പറയുന്നത് 1336. അടുത്ത ചോദ്യം ഭയങ്കര കിടലൻ ചോദ്യമാണ്. ശബരിമല ടെമ്പിളീസിൻ വേട്ടനായെ ഉടുക്കൂട്ടി പിടിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നത് പോലെ ശബരിമല അമ്പലം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തമാണ്. എവിടെയാണ്, കേരളത്തിലാണ്. 153ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? കറണ്ട് അഫയേഴ്സ് ആണ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്, എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല. സോ നിങ്ങൾ തന്നെ ഇന്ത്യ താഴെ അതിന് ആൻസർ പറഞ്ഞു തരിക. 154, വേർ ഈസ് ദ കോർപ്പറേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് SBI ലൊക്കേറ്റഡ്. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ്, മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 155, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഓഫ് പ്രിന്റിംഗ് എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാനായിട്ട് അറിയാതെയൊക്കെ അബദ്ധത്തിൽ നമ്മുടെ വീട്ടിലൊന്നും പ്രിന്റർ ഇല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ തട്ടി ഇടയ്ക്കിടയ്ക്ക് ആ പ്രിന്റിംഗ് ഫോർമാറ്റിലോട്ട് പോകാറുള്ളതാണ്, അല്ലേ? ഏതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്? Ctrl+P ആണ്. പ്രിന്റിന് P ആണ്. വലിയ ബുദ്ധിയൊന്നും വേണ്ട എന്ത് ചെയ്യാനായിട്ട്, അത് ഓർത്ത് വെക്കാനായിട്ട്. അപ്പോൾ വിജയനഗര എംപയർ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തുതരാം. വിജയനഗര എംപയർ സ്ഥാപിച്ചത് 1336. ശബരിമല ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് കേരളത്തിൽ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരും. SBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. പ്രിന്റ് ചെയ്യാനുള്ളത് Ctrl+P ആണ്. ആ വിജയനഗര എംപയറിനെ പറ്റി പറയുമ്പോൾ 1336 മുതൽ 1485 വരെ സംഗമ ഡൈനാസ്റ്റിയാണ് ഭരിക്കുന്നത്. അതിൽ ഹരിഹര, ഹുക്ക ആൻഡ് ബുക്ക എന്ന് പറയുന്ന രണ്ടുപേരാണ് സ്ഥാപിച്ചത്. പിന്നീട് സാലുവ, തുളുവ, അരവിഡ് ഒക്കെ വരുന്നുണ്ട്. ഈ തുളുവ ഡൈനാസ്റ്റിയിലാണ് പ്രശസ്തനായ ആര് വരുന്നത്, നമ്മുടെ കൃഷ്ണദേവരായനൊക്കെ വരുന്നത്. വിജയനഗര എംപയറിന്റെ ഭാഗം ഓർത്തിരുന്നാൽ മതി. അതിന്റെ തന്നെ ഭാഗമായിട്ടുള്ള നാളിലാണ് കൂടി എന്ത് ചെയ്യുക, ഒപ്പം ഒന്ന് ഓർത്തു വെക്കുക. അപ്പം 5 പഠിച്ചില്ലേ? അടുത്ത സെറ്റിലോട്ട് പോവാം. വീണ്ടും കറണ്ട് അഫയേഴ്സ് ആണ്. 156ാമത്തെ ചോദ്യം, ഹൂ വൺ ദ രവീന്ദ്രനാഥ് ടാഗോർ ലിറ്റററി അവാർഡ് പ്രൈസ് 2020. 2020 രവീന്ദ്രനാഥ് ടാഗോർ ലിറ്റററി അവാർഡ് ആര് വാങ്ങിച്ചു എന്ന് നിങ്ങൾ എനിക്ക് താഴെ പറഞ്ഞു തന്നോളൂ. 157, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ SI യൂണിറ്റ് ഏതാണ്? കുറേ കാലമായിട്ട് ഞാൻ പറയുന്നതാണ്, ഏതാണ്? പാസ്കൽ ആണ്. പാസ്കൽ ഈസ് ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ, അല്ലെ? പല സയൻസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാം വന്നിട്ടുള്ള ചോദ്യമാണ്. പ്രഷറിന്റെ SI യൂണിറ്റ് എന്ത് തന്നെയാണ്? പാസ്കൽ ആണ്. 158, ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇംഗ്ലീഷൊക്കെ മോശമാണ്, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പെറുക്കിയെടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അവർ തന്നിരിക്കുക വളരെ പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഫിനാൻസ് കമ്മീഷനെ പറ്റി മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഫിനാൻസ് കമ്മീഷനെ പറ്റി മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ
280 ആണെന്നും ഓർത്തിരിക്കുക. 159ാമത്തെ ചോദ്യം, തെലങ്കാന സ്റ്റേറ്റ് വാസ് ഫോംഡ് ഇൻ വിച്ച് ഇയർ? ഇന്ത്യ ഫാക്സ് പഠിപ്പിക്കുമ്പോൾ, സംസ്ഥാനങ്ങളെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് തെലങ്കാന മാത്രം ഡേറ്റും ഇതും വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് അവസാനം രൂപീകരിച്ച സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ ഇനിയും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിരുന്നു. അതേപോലെ ആ ഡേറ്റ് വന്ന് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. രൂപീകരിക്കുന്നത് എപ്പോഴാണ്? ജൂൺ 2-ാം തീയതി 2014 ആന്ധ്രയെ വിഭജിച്ചുകൊണ്ട് എന്ത് രൂപീകരിക്കപ്പെടുന്നത്? തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. 160ാമത്തെ ചോദ്യം, ഹൂ ഇസ് ദ ചെയർമാൻ ഓഫ് ഫിക്കി? ഫിക്കിയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ കറണ്ട് അഫയേഴ്സ് ആണ്, നിങ്ങൾ എനിക്ക് താഴെ പറഞ്ഞു തരണം. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ ലിറ്റററി അവാർഡ് നിങ്ങൾ പറഞ്ഞുതരും. പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. ഫിനാൻസ് കമ്മീഷനെ പറ്റി മെൻഷൻ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 280 ആണ്. തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നത് ജൂൺ 2, 2014. ഫിക്കിയുടെ ചെയർമാൻ ആരാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? താഴെ എനിക്ക് പറഞ്ഞു തരും. അടുത്ത ചോദ്യം ഇതുവരെ കാണാത്തൊരു ചോദ്യമാണ്. കബാർത്താൽ വെറ്റ്ലാൻഡ് ഈസ് ഇൻ, അങ്ങനെ തന്നെയാണ് ഇത് വായിക്കാന്ന് വിചാരിക്കുന്നു. ഈ കബർത്തൽ വെറ്റ്ലാൻഡ് എവിടെയാണ് വരുന്നത്? ബീഹാറിലാണ്. ഒരു റാംസാർ സൈറ്റ് ആണ് കബർത്താൽ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. എവിടെയാണ്? ബീഹാറിലാണ്. 162, വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ഡ്രൈ ഐസ്? കാലപ്പഴക്കം ചെന്ന ചോദ്യമാണ് കേട്ടോ. ഡ്രൈ ഐസ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഫോർമുല എന്താണ്? CO2 തന്നെയാണ്. സോ ഡ്രൈ ഐസ് ഈസ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. 163, ഇന്ത്യ ഗോട്ട് മാക്സിമം മെഡൽസ് ഇൻ ഒളിമ്പിക്സ് ഇൻ വിച്ച് സ്പോർട്ട്? ഇപ്പൊ നമ്മൾ അത്ര ശക്തരല്ലെങ്കിലും ഒരു കാലത്ത് നമ്മൾ അജയ്യരായി നിന്നൊരു സ്പോർട്സ് ഉണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം അല്ലെ. ഇന്ത്യ എന്ന് കേട്ടാൽ ആ സ്പോർട്സിൽ എല്ലാവരുടെയും നെഞ്ചിടിക്കുന്ന രീതിയിലുള്ള, ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. നമ്മുടെ ധ്യാൻ ചന്ദ് ഒക്കെ കളിച്ചിരുന്ന കാലം അല്ലെ. ഏതാണ്? എൻ്റെ ഒന്നും ഓർമ്മയിലില്ല കേട്ടോ, നമ്മുടെ ഒന്നും ഓർമ്മയിലുള്ളതല്ല. അതിന് എത്രയും മുമ്പാണ്. ഹോക്കിയാണ്. ഏകദേശം 8 മെഡലുകൾ എങ്ങാണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒളിമ്പിക്സിൽ നിന്ന് ഇന്ത്യക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇതുവരെ ചോദിച്ച് കാണാത്തൊരു ചോദ്യമാണ് 164ാമത്തെ ചോദ്യം. വർമ്മൻ ഡൈനാസ്റ്റി റൂൾഡ് വിച്ച് ഏരിയ? വർമ്മൻ ഡൈനാസ്റ്റി ഭരിച്ചിരിക്കുന്നത് ഏത് ഭാഗമാണ്? കനൗജ് ആസ്ഥാനമാക്കി ഭരിച്ച ഡൈനാസ്റ്റിയാണ്, അല്ലെങ്കിൽ കനൗജ് ഭരിച്ച ഡൈനാസ്റ്റിയാണ് ഇതെന്ന് പറയുന്നത് വർമ്മൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. 165ാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടോക്സ് അബൌട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രസിഡന്റ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് പ്രസിഡന്റിന് അഡ്വൈസ് ചെയ്യാൻ പവർ കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 74. ആർട്ടിക്കിൾ 74ലാണ് എന്ത് ചെയ്യുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനുള്ള അതോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് റിവൈസ് ചെയ്യാലോ. കബർത്താൽ വെറ്റ്ലാൻഡ് ബീഹാറിലാണ്. ഡ്രൈ ഐസിന്റെ ഫോർമുല സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ ഐസിന്റെ ഫോർമുല CO2 ആണ്. ഡ്രൈ ഐസ് ഈസ് ബേസിക്കലി സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹോക്കിയിലാണ്. വർമ്മൻ ഡൈനാസ്റ്റി ഭരിച്ചത് കനൗജ് ആസ്ഥാനമാക്കിയാണ്. പ്രസിഡന്റിന് അഡ്വൈസ് ചെയ്യാനുള്ള അതോറിറ്റി മിനിസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഏതിലാണ്? ആർട്ടിക്കിൾ 74ലാണ്. എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം 166ാമത്തെ ചോദ്യം. എഗെയിൻ ബോൾ നിങ്ങളുടെ കോർട്ടിലാണ്. യൂറോ കപ്പ് 2021 അല്ല 2020. ഓക്കെ, ഏതായാലും ആരാണ് വിൻ ചെയ്തത് എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ എനിക്ക് താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞിരിക. 167, ഡൗൺ സിൻഡ്രം ഈസ് വിച്ച് ടൈപ്പ് ഓഫ് ഡിസീസ്? ബയോളജി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് തന്നെയായിരുന്നു ആ ക്ലാസിന്റെ പേര് തന്നെ. ആ ജനറ്റിക് ഡിസോർഡേഴ്സിലെ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ശരീരത്തിൽ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസും ആണ് ഉണ്ടാവാറുള്ളത്. ആ 44 ഓട്ടോസോംസിന് പകരം ഒരു ഓട്ടോസോം എക്സ്ട്രാ വരുന്നു, 45 എണ്ണം വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് ഇതെന്ന് പറയുന്നത് മങ്കോളിസം എന്ന് പറയുന്നത്. മെന്റലി റിട്ടാർഡഡ് ആയിരിക്കും, ഐസക് എന്തായിരിക്കും? പ്രൊട്രൂഡഡ് ആയിരിക്കും അല്ലെ. നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം മൊത്തം 46 ക്രോമസോംസ് ആണ് ഉള്ളത്. അതായത് 23 പേർ അല്ലെ. 44+2 ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതിൽ ഈ 44 പകരം 45 എണ്ണം വരുമ്പോൾ ഇഷ്യൂ ആണ് ഇതെന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ക്രോമസോംസ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് കുറെ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ഒരു അസുഖമാണ്? ഇറ്റ്സ് എ ജനറ്റിക് ഡിസോർഡർ. 168, സൂര്യാദർ ലേക്ക് സിറ്റുവേറ്റഡ് ഇൻ? സൂര്യാദർ ലേക്ക് സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഏത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? സൂര്യാദർ ലേക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. 169ാമത്തെ ചോദ്യം, കുൽദീപ് ഹന്തു റിലേറ്റഡ് ടു വിച്ച് സ്പോർട്ട്? കുൽദീപ് ഹന്തു എന്ന് പറയുന്ന വ്യക്തി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹീസ് ആൻഡ് വുഷു അത്ലറ്റ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു കേട്ടോ. വുഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് കുങ്ഫു ആണ്. അദ്ദേഹം എന്താണ്? ഒരു വുഷു അത്ലറ്റ് ആണ്. 170, എലമെന്റ്സ് ഇൻ ഫെർട്ടിലൈസേഴ്സ്. ഇതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഫെർട്ടിലൈസേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് NPK ആണ്. എന്തായിരുന്നു NPK? N ഫോർ നൈട്രജൻ, P ഫോർ ഫോസ്ഫറസ് ആൻഡ് K ഫോർ പൊട്ടാസ്യം. ഇതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഫെർട്ടിലൈസേഴ്സിലുള്ളത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ആണ്. സോ പെട്ടെന്ന് റിവൈസ് ചെയ്യാം. 2021 യൂറോ കപ്പ് വിന്നർ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഡൗൺ സിൻഡ്രോം ജനറ്റിക് ഡിസോർഡർ ആണ്. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? 44 ഓട്ടോസോമിന് പകരം 45 ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാവുന്നത്. സൂര്യാദർ ലേക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. കുൽദീപ് ഹന്തു വുഷു അത്ലറ്റ് ആണ്. ഫെർട്ടിലൈസേഴ്സിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ടത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ആണെന്നും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക.
171 ഫസ്റ്റ് ലോക്പാൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ. കാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷാണ് ആരായിട്ട് വരുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ആയിട്ട് വരുന്നത്. 172 ബാഗുരുംബ ഫോൾക്ക് ഡാൻസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്? ബാഗുരുംബ നാടോടി നൃത്തം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഗുരുംബ എവിടത്തെയാണ്? ആസാമിലെ ഫോക്ക് ഡാൻസ് ആണ് എന്ന് പറയുന്നത് ബാഗുരുംബ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യ ഫാക്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഞാൻ ഈ പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട്, വൈകാതെ തന്നെ ഞാൻ ചെയ്തു തരാം. 173 ഹു ഇസ് ദ കറന്റ് പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക? എഗെയിൻ നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണെന്ന് താഴെ പറഞ്ഞത്. 174 ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഫോളോ നീതി ആയോഗ്? നീതി ആയോഗ് ആദ്യമായി ഫോളോ ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഗോവയിലാണ് നീതി ആയോഗ് ആദ്യമായിട്ട് ഫോളോ ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 175ാമത്തെ ചോദ്യം, ഇന്ത്യസ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? എഗെയിൻ കറണ്ട് അഫയേഴ്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ എനിക്ക് പറഞ്ഞു തരിക. അപ്പൊ പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ആദ്യത്തെ ലോക്പാല് ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. ബാഗുരുംബ നൃത്തം വരുന്നത് ആസാമിലാണ്. ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് നിങ്ങൾ പറഞ്ഞുതരും. നീതി ആയോഗ് ആദ്യമായി വന്നത് ഗോവയിലാണ്. ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി വന്നത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. 176ാമത്തെ ചോദ്യം, വെൻ ഡിഡ് ഇബ്നു ബത്തൂത്ത വിസിറ്റ് ഇന്ത്യ? ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന മൊറോക്കൻ ട്രാവലർ, അതും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഈ മൊറോക്കൻ ട്രാവലർ അഫ്ഗാനിസ്ഥാനൊക്കെ വഴി ഇന്ത്യയിൽ എത്തുന്ന എപ്പോഴാണ്? 1334. ഡീറ്റെയിൽ കഥ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ നിൽക്കുന്നില്ല. അജന്ത എല്ലോറ കേവ് സിറ്റുവേറ്റഡ്? ഈ ചോദ്യം പലയിടത്തും പല രീതിയിലാണ് കണ്ടത്. അജന്ത എല്ലോറ കേവ്സ് എവിടെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്, ബോംബെയിലാണെന്നൊക്കെ നമുക്കറിയാം. സോ അതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മിക്കയിടത്തും ഇത്രയേ കണ്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ ഒന്ന് ഓർത്ത് വെക്കുക. 178 ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഞാനിട്ടൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് സെയിം ചോദ്യം ചോദിച്ചത് എനിക്ക് താഴെ പറഞ്ഞു തരുന്നതാണ്. കാരണം അതിന് മുമ്പൊരു ക്ലാസ്സിൽ ഞാനത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? GD ആണോ ഗ്രൂപ്പ് ഡിയുടെ ആണോ പ്രീവിയസ് ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മയില്ല. അതിൽ പറഞ്ഞ കാര്യമാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഫോർമുല എന്താണ്? CaSO4 ½ H2O ആണ് അല്ലെ? ജിപ്സം ചൂടാക്കി ജിപ്സത്തിലെ വെള്ളത്തെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സോ ജിപ്സത്തിന്റെ ഫോർമുല ആണെങ്കിൽ CaSO4 2H2O എന്നും, പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ആണെങ്കിൽ അതിന് ഒരു 1.5 ലിറ്റർ വെള്ളം കുറഞ്ഞെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അര H2O ആണെന്നൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളതാണ്? ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4 ½ H2O, ജിപ്സം എന്താണ്? CaSO4 2H2O ആണ്. എഗെയിൻ നിങ്ങൾക്കുള്ള ചോദ്യമാണ്. വിന്നർ ഓഫ് നോബൽ പ്രൈസ് 2021 എക്കണോമിക്സ് നോബൽ പ്രൈസ് വിന്നർ ആരാണ്? ഇന്ത്യ. താഴെ പറഞ്ഞു തരിക. 180 വിച്ച് സ്റ്റേറ്റ് ഹാസ് ബുക്സ ടൈഗർ റിസർവ്? ബുക്സ ടൈഗർ റിസർവ് ഉള്ളത് ഏത് സംസ്ഥാനത്താണ്? വെസ്റ്റ് ബംഗാളിലാണ് എന്ത് വരുന്നത്? ബുക്സ അല്ലെങ്കിൽ ബക്സ ടൈഗർ റിസർവ് വരുന്നത്. പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഇബ്നു ബത്തൂത്ത വന്നത് 1334. ഹീസ് ഫ്രം മൊറോക്കോ. അജന്ത എല്ലോറ കേവ്സ് മഹാരാഷ്ട്രയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4 ½ H2O. ജിപ്സ് ആണെങ്കിൽ CaSO4 2H2O. നോബൽ പ്രൈസ് 2021 എക്കണോമിക്സിന് കിട്ടിയത് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരും. ബക്സ ടൈഗർ റിസർവ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ പലയിടത്തുനിന്നും പയറ്റിയിട്ടും തപ്പിയെടുത്തിട്ടും ഇത്രയും ചോദ്യങ്ങളെ കിട്ടിയുള്ളൂ. പെട്ടെന്നായി 30 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം 75 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇത്രയും കിട്ടിയിട്ടുള്ളൂ. കിട്ടിയത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ചോദ്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നതാണ്? അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 150 ചോദ്യങ്ങളുടെ CHSL ഓൾറെഡി ചോദിച്ചതിന്റെ PDF വാങ്ങണം എന്നുള്ളവർ താഴെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആണ്. നമ്മുടെ സൈറ്റ് ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. academies.online.com ആണ്. സൈറ്റിലും എന്ത് ചെയ്യുക? ഒന്ന് കയറി നോക്കുക. കണ്ടിട്ട് ക്ലാസ്സിൽ ഇഷ്ടമാണെങ്കിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.